അതായത് ഈ മോഹിപ്പിക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ തന്ന് ഹെയറിന്റെ നീളം കൂടിക്കഴിഞ്ഞാൽ ഫേഷ്യൽ സ്ട്രക്ചർ മാറും. ശരിയാ, അങ്ങനെ തോന്നും. പക്ഷെ നിങ്ങളുടെ ഫേഷ്യൽ സ്ട്രക്ചർ ഒരിക്കലും മാറില്ല. നിങ്ങളുടെ മുഖത്തിന്റെ ആകൃതി ഒരിക്കലും മാറാൻ പോകുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുന്നേ ഞാൻ രേണുസുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടു. വിഷയം വേറൊന്നും ആയിരുന്നില്ല. രേണുസുധിയുടെ തലയിലെ പെയിൻ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. പുരുഷന്മാരൊക്കെയാണ് തലയിൽ പെയിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിയാക്ട് ചെയ്തത്. എനിക്ക് അപ്പോഴൊക്കെ ഒരു സംശയം തോന്നി. ഈ പെണ്ണുങ്ങളുടെ തലയിൽ പെയിൻ അല്ലാതെ പിന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആന വന്നാൽ നിങ്ങൾക്കൊക്കെ വിലയുണ്ടാകുമോ? എന്തായിരുന്നാലും ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പെയിൻ നല്ലതാണ് എന്ന് പറഞ്ഞല്ല ഞാൻ സപ്പോർട്ട് ചെയ്തത്. രേണുവിന്റെ തലയിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നത് പെയിൻ അല്ല, ഹെയർ എക്സ്റ്റൻഷന്റെ ചില ഭാഗങ്ങളായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. കാരണം ഈ തലേന്ന് പെയിൻ ഇങ്ങനെ പൊഴിഞ്ഞു വീഴാൻ, രേണുസുധിയുടെ തലയിലിരിക്കുന്ന പെയിനുകളെല്ലാം വികലാംഗരാണോ? കാലും കൈയും ഒന്നുമില്ലേ ഇങ്ങനെ പിടിച്ചിരിക്കാൻ? അപ്പോൾ പെയിൻ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. അത്രയും രൂക്ഷമായ അവസ്ഥയിലൂടെ പോയ സ്ത്രീ ആയിരുന്നില്ല രേണുസുധി. അപ്പൊ അന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഞാനിങ്ങനെ വളവള അങ്ങ് പറഞ്ഞു പോകുന്നത് കൊണ്ട് കേൾക്കുന്നവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് രേണുസുധി എപ്പോഴും തല മാന്തി നടക്കുകയാണ് എന്നാണ് രേണുസുധിയുടെ ഹേറ്റേഴ്സ് എല്ലാം ആരോപിക്കുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമേ തല കുളിക്കത്തുള്ളൂ എന്നാണ് രേണു അവരോട് പറഞ്ഞിരിക്കുന്നത്. അതായത് രേണുസുധി ആഴ്ചയിൽ ഒരിക്കലേ തല നനയ്ക്കൂ എന്ന് പറയുന്നത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതിനു ശേഷം ഈ പുറകെ നടക്കുന്ന കുറച്ച് പപ്പരാജികളുണ്ടല്ലോ, അതിലൊരാൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇത് വെച്ച് കഴിഞ്ഞാൽ തല നനയ്ക്കാവോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി എടുത്തു പറയുന്നുണ്ട്, ഇത് വെച്ച് കഴിഞ്ഞാൽ തല നനയ്ക്കാൻ പാടില്ല, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ തല നനയ്ക്കാൻ പാടൂ എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. എക്സ്റ്റൻഷൻ വെക്കുന്നതിന് മുന്നേ പുള്ളിക്കാരത്തി ആഴ്ചയിൽ ഒരു ദിവസമേ തല നനയ്ക്കൂ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും മറന്നുപോയി. മനഃപൂർവ്വം ചില കാര്യങ്ങൾ മറയ്ക്കുമല്ലോ, ഒരാളെ ചെളി വാരി തേക്കണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ എന്തുകൊണ്ട് രേണുസുധി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ രേണുസുധി അല്ല, ഞാൻ ശരിക്കും ബിഗ് ബോസിൽ അനീഷ് എന്ന് പറയുന്നിട്ടുള്ള ആ കോമണറിനെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പുള്ളിയുടെ ആ ഒരു മൈൻഡ് ഗെയിം ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്, സൂപ്പർബാണ്. അപ്പൊ രേണുസുധിയെ ഞാൻ ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഒരു സ്ത്രീയെ, എസ്പെഷ്യലി ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ അവർ നിൽക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സൈബർ ബുള്ളിങ്ങുകൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ, അതും വൃത്തിയെ അങ്ങനെ ഒരു വൃത്തിയില്ലായ്മയുടെ പേരിൽ ഒരു ബുള്ളിങ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു ഭീകരത്വം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി, എസ്പെഷ്യലി അത് രേണുസുധി ആകുമ്പോൾ ഇതുപോലെയുള്ള ഇങ്ങനെ ഒളിയമ്പുകൾ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ബോറായിരിക്കും. അവരുടെ വ്യക്തി ജീവിതത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. വൃത്തിയില്ലാതെ ഒരു സ്ത്രീയെ മാറ്റി നിർത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പുരോഗമനവാദികൾ വന്ന് പറയും. അതായത് അവളുടെ തല നിറയെ പേനാണെന്ന് പറഞ്ഞ ആളുകൾ തന്നെ. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും വാദിക്കാനൊന്നുമല്ല ഞാൻ വന്നിട്ട്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും, ഒരു ഡിബേറ്റിന്റെ ഭാഗമാണ്, ഒന്ന് കേൾപ്പിക്കാം കേട്ടോ. ഞാൻ ഇവിടെ വരുന്നതിന് ഒരു മാസം മുന്നെയാണ് ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിരുന്നപ്പോൾ എനിക്ക് ഈ ചെറിയ ചീപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യുമ്പോൾ തന്നെ ഈ ചെറിയ എക്സ്റ്റൻഷന്റെ സാധനങ്ങൾ, അതായത് ഈ ഒരു കട്ട പോലത്തെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ഊരി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ കണ്ടസ്റ്റന്റ് അനുമോൾ ഓടി വന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് എന്റെ ഇങ്ങനെ എടുത്തിട്ട് തന്നിട്ട്, അപ്പൊ എന്റെ വിചാരം, ഞാനിപ്പോ ശൈത്യ എന്ന് പറയുന്ന നമ്മുടെ കണ്ടസ്റ്റന്റിനോട് ഞാൻ പറയാൻ ചെയ്തത്, എടി എന്റെ എക്സ്റ്റൻഷൻ എല്ലാം താഴെ വീഴുന്നുണ്ട്, ഇങ്ങനെ കുഞ്ഞായിട്ട് താഴെ വീഴുന്നുണ്ട്, അപ്പൊ എനിക്കൊന്നും അത് പേൻ പോലാണ് ഇരിക്കുന്നത്, സത്യമാണ് എന്ന് ഞാൻ ശൈത്യ എന്ന് പറഞ്ഞു. അപ്പൊ ശൈത്യ ശരിയാണ് ചേച്ചി, ഇങ്ങനെ ഇളകി പൊക്കോണ്ടിരിക്കുകയാണ്, എന്താണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ അപ്പോഴും പറഞ്ഞത് എന്റെ വലിയ ചീപ്പ്, നല്ല കോമ്പ്, വലിയ അകന്ന ഉള്ള കോമ്പ് കിട്ടാത്തത്. ഇത് കേട്ടപ്പോ എന്ത് മനസ്സിലായി? ഇപ്പൊ രേണുസുധി ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് കേട്ട് കഴിഞ്ഞാലും പറയാം, അതിനിപ്പോ എന്താ അങ്ങനെ അവള് പലതും പറയുന്നത്. അങ്ങനെയല്ല, എക്സ്റ്റൻഷൻ ചെയ്തതിന് ശേഷം ആ ഗം ഓർ അതിപ്പം ക്ലിപ്പായിട്ടാണ് ശരിക്കുന്നത്. എക്സ്റ്റൻഷൻ പല രീതിയിൽ ചെയ്യാം, ക്ലിപ്പ് വെച്ച് ചെയ്യാം, അധികം എടുത്തറിയാൻ പറ്റാത്ത രീതിയിൽ ഗമ്മോ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന രീതിയിൽ എന്തൊക്കെ കുറെ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. അപ്പം ആ എക്സ്റ്റൻഷന്റെ പാർട്സ് ആണ് ഈ ഇളകി വരുന്നത്. രേണുസുധിയുടെ തലയിൽ പേൻ ഇല്ല എന്ന് ഞാൻ ഇപ്പോഴും വാദിക്കുന്നില്ല, സമർത്ഥിക്കുന്നില്ല. പേൻ ഉണ്ടാകും, പക്ഷെ ആ പൊഴിഞ്ഞു വീഴുന്നതും ഇളകി വീഴുന്നതും, എക്സ്റ്റൻഷൻ ഇളകി വീഴുന്നുണ്ട് എന്ന് പുള്ളിക്കാരത്തി വായുമൊഴിയാലെ പറയുന്നുണ്ടല്ലോ, അതെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, അതിൽ ചുറ്റുമുള്ള ആളുകൾ അതിന്റെ സാക്ഷിയാണല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഹെയർ എക്സ്റ്റൻഷൻ സലൂൺ, അവരുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളായിരുന്നു സംസാരിച്ചത്. ആ വീഡിയോ ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഇതുപോലെ മെനക്കെട്ടിരുന്ന് കമൻസിന് റിപ്ലൈ കൊടുത്തൊരു വീഡിയോ വേറെ ഇല്ല. കാരണം അമ്മാതിരി നെഗറ്റീവ് കമൻസ് ആയിരുന്നു. അവർ നല്ലൊരു കാര്യം ചെയ്തു, വഴിയെ പോകുന്ന വയ്യാവേലിക്ക് എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, വഴിയെ പോകുന്ന ആളുകൾക്ക് എന്തിനാണ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുക്കുന്നത്? അത്രമാത്രം സ്നേഹമാണോ രേണുസുധിയോട് അവർക്ക്? അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണു. കാരണം ഈ ഒരു പേനിന്റെ ഒരു സബ്ജക്റ്റ് വീണപ്പോൾ തന്നെ ഈ സലൂണിന്റെ ഉടമസ്ഥ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പുള്ളിക്കാരത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നു. അത്
രേണുവിന്റെ തലയിലെ പേനായിരിക്കുന്നത്. അതായത് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികളെക്കാൾ മൈൻഡ് ഗെയിമേഴ്സാണ് ഈ പുറത്ത് നിൽക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം സൊസൈറ്റിയിൽ, സമൂഹത്തിന്റെ മുന്നിൽ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള രേണു സുധിയെക്കുറിച്ച് ഇതുപോലെ ഒരു സംഭവം തന്റെ സലൂണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രേണു സുധിയുടെ തലയിൽ പേനാണ് എന്ന് വന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അങ്ങ് വിശ്വസിക്കും. കാരണം അവർക്കറിയാം രേണു സുധിക്ക് ഈ സൊസൈറ്റി എന്ത് സ്ഥാനമാണ്, എന്ത് രീതിയാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. നനഞ്ഞിടം കുഴിച്ചു. അതായത് ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഏക്കുമെന്ന്. പക്ഷെ അതങ്ങോട്ട് ഒത്തില്ല. അവരുടെ വീഡിയോയുടെ താഴെയൊക്കെ വന്നിരിക്കുന്ന നെഗറ്റീവ് കോമന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് പേനൊന്നുമല്ല, ഹെയർ എക്സ്റ്റൻഷൻ തന്നെയാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾ 50,000, 60,000, 70,000 രൂപയ്ക്കൊക്കെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. മാക്സിമം ഒരു 3 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്റ്റൻഷൻ അവർ മാറ്റും. ഇതേ സലൂണിലേക്ക് ചെന്ന് എക്സ്റ്റൻഷൻ മാറ്റും. മുടി അവർ തിരിച്ചെടുക്കുമായിരിക്കാം, ചിലർ മുടി തിരിച്ചു കൊടുക്കുമായിരിക്കാം. പൈസ തിരിച്ചു കൊടുക്കില്ല. കാരണം ഇവർ ഒപ്പിടുന്ന കരാറിൽ വ്യക്തമായിട്ടുണ്ട് ഈ പൈസ, ഈ ഒരു സർവീസിന് ഈടാക്കിയ എമൗണ്ട് തിരിച്ചു കൊടുക്കില്ല എന്ന്. മാത്രമല്ല മോശമാണെങ്കിൽ സോഷ്യൽ മീഡിയയിലോ, ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിലോ മറ്റ് നിയമപരമായിട്ടോ പോകാൻ സാധ്യമല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സലൂൺകാർ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്ത് അകത്താക്കും. അതായത് ഓൾറെഡി ഇവരുടെ കയ്യിൽ നിന്ന് 70,000 രൂപ 80,000 രൂപയൊക്കെ ഹെയർ എക്സ്റ്റൻഷന്റെ പേരിൽ പോയി. അപ്പൊ പിന്നെ കേസിനും കൂടെ ഇവർ പോകത്തില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് പറ്റും? പൈസയും പോയി, മുടിയും പോയി, ഒന്നുമില്ല എന്നുള്ള രീതിയിലിരിക്കും. ഇതുപോലെയുള്ള സലൂൺകാർ ഈ ബിഗ് ബോസ് പോലുള്ള മത്സരാർത്ഥികളെ നോട്ടമിട്ട് ഇങ്ങനെയുള്ള സർവീസുകൾ ചെയ്തു കൊടുക്കുമ്പോൾ എത്രത്തോളം അതിലൊരു ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു സത്യസന്ധത ഉണ്ട് എന്നുള്ള ഒരു കാര്യം വ്യക്തമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിബേറ്റും ആ ഒരു സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് രേണു സുധിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സത്യം വെളിപ്പെടുകയാണ് ചെയ്തത്. കള്ളത്തെ മൂടിയിട്ട് സത്യം വെളിപ്പെടുകയാണ് ചെയ്തത്. ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു വർഷം അല്ലെങ്കിൽ ലൈഫ് ടൈം ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചുകൊണ്ട് നടന്ന ഏതെങ്കിലും ഒരു ക്ലയൻസ് ഏതെങ്കിലും സലൂൺകാർക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കാം സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ. ഒരിക്കലുമില്ല. മാക്സിമം 3 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ്. എല്ലാവരും പറയുന്നുണ്ട് ഫ്രീ ആയിട്ട് മുടി വെച്ചതാണ്. ഫ്രീ ആയിട്ട് മുടി വെച്ചതല്ല, ആ സ്ഥാപനത്തിന് ഫ്രീ ആയിട്ട് അത്ര പ്രശസ്തി കിട്ടി എന്ന് മാത്രമല്ല എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന പെൺകുട്ടിയെ ചേർത്ത് നിർത്തിയല്ലോ, ഇത്രയും ചെയ്തു കൊടുത്തല്ലോ എന്നുള്ളൊരു പേര് കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കാം. പക്ഷേ മൂടുപടം അധികം താമസിക്കാതെ പൊളിഞ്ഞു വീണു. തന്റെ സ്ഥാപനത്തിനെതിരെ എന്തോ ഒരു ഇത് വരുന്നുണ്ടോ എന്ന് കേട്ടപ്പോൾ തന്നെ ഇവരുടെ ക്ലയന്റിനെതിരെ ഇവർ പറഞ്ഞ ആ ഒരു, അഥവാ പറയണമെങ്കിൽ തന്നെ, അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളൊരു വിവേക ബുദ്ധിയെങ്കിലും കാണിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പേനില്ല എന്നല്ല വാദിക്കുന്നത്. ആ വീണത് പേനല്ല, ഹെയർ എക്സ്റ്റൻഷന്റെ പല ഭാഗങ്ങളുമാണ് വീണത്. നമ്മുടെ നാച്ചുറൽ ഹെയർ ആണെങ്കിൽ നമ്മുടെ റൂട്ടിൽ നിന്ന് ഇങ്ങനെ ഫ്ലോ ആയിട്ട് താഴെ കിടക്കുക, കേളി ഹെയർ ആണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും ഇതിന്റെ ഇടയിൽ ഒരു തടസ്സം, ഒരു ബ്ലോക്ക്, അതായത് ഈ ക്ലിപ്സ് ആണല്ലോ, ഇനിയിപ്പോൾ ഗമ്മ് വെച്ച് ഒട്ടിക്കുകയാണെങ്കിലും അവിടെ ഒരു ബ്ലോക്ക് വരികയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഹെഡ് വാഷ് 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ കെരാട്ടിൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്തിരിക്കുന്ന ഹെയർ ആണെങ്കിൽ എല്ലാ ദിവസവും കുളിക്കണമെന്നില്ല, 2-ൽ 1 ദിവസമായിരിക്കും. വാഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഷാമ്പു വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും അഴുക്കുകളൊക്കെ ഈ ക്ലിപ്പിന്റെ ഉള്ളിലൊക്കെ പിടിച്ചിരിക്കാനും അത്രയും അൺഹൈജീൻ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനും തലയിൽ ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിൽ, ഡാൻഡ്രഫ്, ഈ പെയിനിന്റെ ശല്യം ഒക്കെ ആകാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സലൂൺകാർ ഒരു ക്ലയന്റ് ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും പറയില്ല. നല്ല ഭംഗിയായിരിക്കും, മുഖത്തിന്റെ ഷേപ്പും ആകൃതിയൊക്കെ കൂടെ മാറിയിട്ട് ഇപ്പം രേണു സുധിയെ പോലെയുള്ള അങ്ങോട്ട് മാറിയിട്ട് വിദ്യാബാലനെ പോലെയാകും, വിദ്യാബാലനെ പോലെയാകും, കരീന കപൂറിനെ പോലെ ആകും എന്നൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ക്ലയൻസ് ഇത് കേട്ട് അങ്ങ് മൂക്കും കുത്തി വീഴും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണല്ലോ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഇവരൊരിക്കലും ഇതിന്റെ മോശം വശങ്ങൾ, ഡീമെറിറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. 1-2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അവർ പറയും കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ, ആ ഒരു കോൺസെന്റ് ലെറ്ററിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് സർവീസ് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ പൈസ ഞങ്ങൾ തരില്ല. അതായത് ഈ മോഹിപ്പിക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ തന്ന് ഹെയറിന്റെ നീളം കൂടിക്കഴിഞ്ഞാൽ ഫേഷ്യൽ സ്ട്രക്ചർ മാറും. ശരിയാ, അങ്ങനെ തോന്നും. പക്ഷെ നിങ്ങളുടെ ഫേഷ്യൽ സ്ട്രക്ചർ ഒരിക്കലും മാറില്ല. നിങ്ങളുടെ മുഖത്തിന്റെ ആകൃതി ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാഴ്ചക്കാർക്ക് അങ്ങനെയൊന്ന് തോന്നും. പെട്ടെന്ന് മുടി ഇങ്ങനെ നീട്ടം വെച്ച് വരുമ്പോൾ നല്ലൊരു ഭംഗി നമുക്ക് തോന്നും. അത് കാണുന്നവന്റെ കണ്ണിലാണ് ആ ഭംഗി. അല്ലാതെ ആ മുടി വെച്ചിരിക്കുന്നവന്റെ ഫേഷ്യൽ സ്ട്രക്ചറിനോ താടിയെല്ലിനോ അല്ലെങ്കിൽ കണ്ണുകൾക്കോ അല്ലെങ്കിൽ മുഖത്തിന്റെ രൂപഘടനയ്ക്കോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ള കാര്യമെങ്കിലും ദയവ് ചെയ്ത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.